നമ്മളെ എണ്ണ കാച്ചിയത് ഇതാ 1 ലിറ്റർ എണ്ണ കാച്ചിട്ട് ഇത്രയാണ് ബാക്കിയുണ്ടായത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ വീട്ടുമുറ്റത്തും തൊടിയിലൊക്കെ ഉണ്ടാവുന്ന നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ എണ്ണ കാച്ചാറുള്ളത്. ആദ്യം തന്നെ പനിക്കൂർക്കയിലയും കറ്റാർവാഴ, തുളസി, പിന്നെ നീലാമരി, പിന്നെ കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പം കുറച്ചധികം ചെമ്പരത്തിപ്പൂവും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെക്കിപ്പൂ ഇടാറുണ്ട്. എനിക്ക് കുറച്ചേ കിട്ടിയിട്ടു, അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം മുന്നേ ഞാനിങ്ങനെ ഉലുവ പുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് അരക്കണം കേട്ടോ. അതേപോലെ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പം ആട്ടിയ സ്ഥിതിക്ക് ഏതായാലും എണ്ണ കാച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് അർത്ഥമല്ലേ. ആ ആട്ടുമ്പോഴേ ഞാൻ വിചാരിച്ചിന് എണ്ണ കാച്ചണം എന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയും മെനക്കെട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ സംഭവവും ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ആക്കൽ. അപ്പോൾ നമുക്ക് കാണാം. എണ്ണ നല്ലോണം ചൂടാവണം, എന്നിട്ട് വേണം ഈ ഒരു അരച്ച ഇത് നമ്മൾ അതിലേക്ക് ഇടാൻ. നല്ല രീതിയിൽ തിളച്ച് വരണ എണ്ണ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് എണ്ണ. നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഇത് അരച്ചത് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ അരച്ചത് ഇതിലേക്ക് ഇടുമ്പം തന്നെ നമ്മൾ കറിവേപ്പില ഇറന്നിടണം. എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റ് പാകത്തിൽ നമ്മൾ എണ്ണ കാച്ചിയത് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പം പാകം എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറിവേപ്പില എടുത്ത് നോക്കിയാൽ അതിങ്ങനെ പൊടിയും. അതായത് ആ പൊടിയുന്നുണ്ടെങ്കിൽ നമ്മളെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് എൻ്റെ മിന്നൂസാണ് ഇന്ന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പം എന്തൊരു എഫേർട്ടിനും പുറകിലൊരു ക്യാമറാമാൻ്റെ കണ്ണുകളാണല്ലോ ഉണ്ടാവുക. അപ്പം ഇന്ന് എൻ്റെ മിന്നൂസാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതാ കറിവേപ്പില എടുത്തതാ പൊടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പൊടിയുന്നുണ്ട്. അപ്പം നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. അപ്പം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പം നമ്മൾ രാത്രിയാണ് എണ്ണ കാച്ചിട്ടുണ്ടായത്. അപ്പം രാത്രി കാച്ചി വെച്ച എണ്ണ നമ്മൾ ഊറ്റിയെടുത്തിട്ട് ഇപ്പം 1 ലിറ്റർ വെളിച്ചെണ്ണ ഇത്രയും ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി തലയിൽ തേക്കാം കേട്ടോ. എൻ്റെ ബഗിടത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പം മുടി കണ്ടില്ലേ, മുറിച്ച് ഒരു വിധാവും ചെയ്തു, പൊഴിഞ്ഞൊരു വിധാവും ചെയ്തു. അപ്പം ഇനിതാ കയ്യിലെടുത്ത് നല്ല മണമാണ്. ആ എല്ലാ മരുന്നുകളുടെയും ഒരു മണം പ്രത്യേകം തന്നെ. അപ്പം തലയിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്.